ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ ഉറങ്ങി എണിച്ച് താഴേക്ക് വരുമ്പോഴത്തേനും കുഞ്ഞൂസും അമ്മയും കൂടിയിട്ട് വിളക്കെത്തിച്ചിട്ട് പടിയിൽ പൂവിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അമ്മ കുഞ്ഞൂസിന് ചെറിയൊരു കുറിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവനെയും കൂട്ടിയിട്ട് പുറത്ത് പടിയെല്ലാം തുടച്ച ശേഷം കുറിയിടാൻ വേണ്ടി തുടങ്ങി. ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എനിക്ക് ഡിഗ്രി കഴിഞ്ഞ ശേഷം ഫസ്റ്റ് മൊമെൻ്റോ വാങ്ങിക്കാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കുളിച്ച് റെഡിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അമ്മേനെ പൂവിടാൻ സഹായിക്കാറ് പലപ്പോഴും കുഞ്ഞൂസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കൂട്ടി എടുത്തിട്ട് അമ്മേനെ ഒന്നിച്ചിട്ട് പോകണം. ഞാൻ ഈ മൊമെൻ്റോ വാങ്ങിക്കാൻ പോകുന്നത് ഞാൻ പഠിച്ച സ്കൂളിലേക്കാണ്. +1 +2 ഞാൻ കംപ്ലീറ്റ് ചെയ്തത് രാമൻഷി സ്കൂളിലാണ്. പോകുന്നതിന് മുന്നേ അമ്പലത്തിൽ കയറിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഇത് തന്നോട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ്. അങ്ങനെ ഞാനും അമ്മയും വണ്ടി എടുത്തിട്ട് നേരെ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുമ്പോഴത്തേനും അവിടെ നട അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്ത് നിന്നിട്ട് തന്നെ പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് തന്നോട്ട് അമ്പലക്കുളം. ഇത് വ്യൂ കാണാൻ നല്ല രസമാണ്. അങ്ങനെ സ്കൂട്ടി എടുത്തിട്ട് ഇതാണ് ഡാൻസ് സ്കൂളിലെ കവാടം. സത്യം പറഞ്ഞാൽ എനിക്ക് +2 പഠിച്ച ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവരോട് ഞാൻ ഈ റോഡ് സൈഡൊക്കെ നിന്നിട്ട് വർത്താനം പറയും. കുറേ മെമ്മറീസ് ഉള്ള ഒരു പ്ലേസാണിത്. അങ്ങനെ ഇതാണ് നമ്മൾ +1 +2 വരുന്നത്. ഇവിടെ LP UP വരുന്നത് ഹയർ സെക്കൻഡറി ഒക്കെ. അങ്ങനെ അവിടെ പോയിട്ട് അവിടെ കുറച്ച് കോയിൻ കറൻസി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ ഉണ്ടായ ഒരു ക്ലാസ്മേറ്റിൻ്റെ കോയിൻ കറൻസിയാണ്. കുറേ കൺട്രീസിൽ നിന്നുള്ള കോയിൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിപാടിയിലടുത്ത് പോയിട്ട് ഇരുന്ന ശേഷം ഇതൊക്കെ 10ാം ക്ലാസ് +2 ഡിഗ്രി നല്ല മാർക്കോടെ പാസ്സായവർക്കുള്ളതാണ്. അങ്ങനെ അവിടുത്തെ പ്രസംഗവും ഒരു ചായയും പഴംപൊരിയും കഴിച്ചിട്ട് ഞാൻ എൻ്റെ മൊമെൻ്റും വാങ്ങിച്ച ശേഷം നല്ലൊരു സദ്യ കഴിച്ച് കുറേ ടൈപ്പ് ഓഫ് കറീസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ വീട്ടിൽ പോയി അനിയനും പിന്നെ എൻ്റെ കുറച്ച് കസിൻസ് ഇരുന്ന് സംസാരിച്ചിട്ട് അപ്പോഴത്തേനും ഏകദേശം സമയം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ.